കല്യാണം കുറിക്കൽ എന്ന ചടങ്ങ് നിങ്ങൾ എത്ര പേർക്കറിയാം? ഞാൻ ആദ്യമായിട്ട് എൻ്റെ കല്യാണത്തിനാണ് ഇങ്ങനൊരു ചടങ്ങ് വിറ്റ്നസ് ചെയ്യുന്നത്. എനിക്കിതിനെ പറ്റിയിട്ട് യാതൊരുവിധ ഐഡിയ ഉണ്ടായിരുന്നില്ല, ഇങ്ങനൊരു ചടങ്ങുണ്ടെന്നോ ഒന്നും. ചിലപ്പോൾ അത് കല്യാണത്തിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടക്കുന്നത് കൊണ്ടാവാം നമ്മളത് കൂടുതൽ കണ്ടിട്ടില്ല. ഇപ്പോൾ എൻ്റെ കല്യാണത്തിന് ഇങ്ങനൊരു ചടങ്ങുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആദ്യം എനിക്കതങ്ങനെ അറിയാത്തതുകൊണ്ട് ഇതിന് വല്ല ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്നൊക്കെ തോന്നി. പക്ഷേ ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ കൊള്ളാലോ, ഇതും ഒരു എന്താ പറയുക, നമുക്കൊരു മെമ്മറി തന്നെയാണല്ലോ. അപ്പോൾ ഇത് നടക്കുക പെൺകുട്ടിയുടെ വീട്ടിലാണ്. എൻ്റെ വീട്ടിലേക്ക് പയ്യൻ്റെ വീട്ടിൽ നിന്നും കുറച്ച് മുതിർന്ന ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിലും അതുപോലെ തന്നെ നമ്മൾ കുറച്ച് നമ്മളുടെ അടുത്ത ബന്ധുക്കളെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ പായ 4 സൈഡും ഇട്ട് ഓപ്പോസിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടാണ് പയ്യൻ്റെ വീട്ടുകാരും പെണ്ണിൻ്റെ വീട്ടുകാരും ഇരിക്കുന്നത്. വിളക്കും അരിയും പൂവും നെല്ലും എല്ലാം ഉണ്ടായിരിക്കും. അതിൻ്റെ അപ്പുറത്തും രണ്ട് പേരിരിക്കുന്നത്. അതുപോലെ വെറ്റിലെ അടക്കിയൊക്കെ എടുക്കുന്നുണ്ട്. അത് വൈശാഖിൻ്റെ അച്ഛനാണ്, പയ്യൻ്റെ അച്ഛനാണ്. അതൊരു എന്താ പറയുക, ഒരു ചടങ്ങായിട്ട് തന്നെ അതിൽ ഒരു ദക്ഷിണയൊക്കെ വെച്ചിട്ട് പെൺകുട്ടിയുടെ വീട്ടിൽ വന്നിട്ട് അവർ കല്യാണം ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. കല്യാണം ഇന്ന ദിവസമാണ്, ഇത്ര മണിക്കാണ് കെട്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ചടങ്ങ് നടക്കുന്നത്. അതിനുശേഷം വെറ്റിലെ അടയ്ക്കും അതിലുള്ള ദക്ഷിണയും പെൺകുട്ടിയുടെ അച്ഛന് കൊടുക്കുകയാണ് ചെയ്യുക. അത് നമ്മൾക്കും തിരിച്ച് അങ്ങോട്ട് പോയി ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് തന്നെ, ഇപ്പം ഞങ്ങൾ പയ്യൻ്റെ വീട്ടിൽ പോയിട്ടായിരുന്നു ഈ ചടങ്ങ് ചെയ്തത്. ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ തിരിച്ചും ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. ഈ ചടങ്ങ് ആദ്യമായിട്ട് ഞാൻ എൻ്റെ കല്യാണത്തിനാണ് കണ്ടിട്ടുള്ളത്. വേറെ ഒരിക്കലും നമ്മൾ ഈ ഒരു ചടങ്ങ് കണ്ടിട്ടില്ല. കാരണം ഇത് കല്യാണത്തിൻ്റെ അന്നോ തലേ ദിവസമോ നടക്കുന്നതെല്ലാം തോന്നുന്നു കുറച്ച് ദിവസം മുന്നായിട്ടാണ്. അപ്പോൾ നമ്മൾ എല്ലാ വീട്ടിലും ആ ദിവസങ്ങളിൽ ഉണ്ടാവണമെന്നില്ലല്ലോ പരിപാടികൾ നടക്കുമ്പോൾ. അപ്പോൾ എനിക്കിതിനെപ്പറ്റി വല്ലാതെ ഒന്നും അറിയില്ല, എന്നാലും ഇത് കണ്ട് കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഇതൊരു ക്ഷണിക്കലാണ്. നമ്മൾ ഓൾറെഡി എല്ലാം പറഞ്ഞ് കല്യാണമൊക്കെ ഉറപ്പിച്ചതാണ്, അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണെന്നുണ്ടെങ്കിലും കല്യാണത്തിന് തൊട്ട് മുമ്പ് നമ്മൾ എല്ലാ വീടുകളിലും കല്യാണം ക്ഷണിക്കുന്ന പോലെ തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കത്ത് കൈമാറിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷണിക്കുന്ന ഒരു ചടങ്ങാണ്. ഈ സമയത്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കത്ത് കൊടുക്കാൻ പറയുന്നുണ്ട്. പയ്യൻ്റെ വീട്ടിലത്തെ കത്ത് ആദ്യം നമുക്ക് തന്നു. അതിൻ്റെ ഒപ്പം ദക്ഷിണ വിളക്കിൽ പൂവൊക്കെ ഇട്ടിട്ടാണ് നമുക്ക് തരുന്നത്. അത് കഴിഞ്ഞ് തിരിച്ച് എൻ്റെ അച്ഛൻ അവിടുത്തെ അച്ഛന് കല്യാണക്കത്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഇതൊക്കെ ഈ വിശേഷങ്ങൾ തന്നെ പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് അവരൊന്നുകൂടി ഇരുന്ന് കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുകയാണ്. കല്യാണത്തിൻ്റെ കെട്ടിൻ്റെ സമയം, അതുപോലെ തന്നെ ഗുരുവായൂർ അമ്പലത്തിലായിരുന്നു കല്യാണം. അപ്പോൾ അവിടെ തിരക്കായിരിക്കുമല്ലോ, അങ്ങനെ എപ്പോഴെത്തണം, എങ്ങനെയാണ് റിസപ്ഷൻ്റെ സമയം, എപ്പോൾ എത്തണം എന്നൊക്കെ പറയുകയാണ്. ഞാൻ ആ സൈഡിൽ നിന്ന് എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പുറത്തൊക്കെ കാര്യങ്ങളൊക്കെ നോക്കി. അപ്പോഴേക്കും നമ്മൾ ഫുഡിൻ്റെ സമയമായി റെഡി. അങ്ങനെ പായൊക്കെ വിരിച്ച് അവർക്കുള്ള ഭക്ഷണം എല്ലാവരും വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു സദ്യയായിരുന്നു ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും വന്നിരുന്ന് വിളമ്പി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ എൻ്റെ മേമമാരും അമ്മായിമാരും എല്ലാവരും കൂടിയിട്ടാണ്, അനിയനൊക്കെ ഉണ്ട്, എല്ലാവരും കൂടി സദ്യ വിളമ്പലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞ് അവരിറങ്ങുന്ന സമയമായി. അവർക്കും അവിടെ തിരക്കാണ് കല്യാണത്തിൻ്റെ, എന്നാലും നമുക്ക് വേണ്ടി ഉച്ചവരെ അവരവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവർ പോവാണ്, എല്ലാവരോടും പറഞ്ഞ് പോവാണ്. അങ്ങനെ അവരെ യാത്ര അയക്കാനായിട്ട് എല്ലാവരും പുറത്ത് വന്ന് നിൽക്കുകയാണ്. എൻ്റെ വീട്ടിലും അത്യാവശ്യം പേരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ യാത്രയായി. അതിനുശേഷം ഇവിടെ കുറച്ച് കാര്യങ്ങൾ, വിളക്കും താലും, സ്ത്രീധനം എന്നുള്ളൊരു പേരിൽ നമ്മൾ കൊടുക്കുന്നതാണ് ഈ വിളക്കും താലമാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ചർച്ചയായിരുന്നു. പിന്നെ എല്ലാവരും റൂമിൽ വിശ്രമിച്ച് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ഇരിക്കുകയാണ്.